താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ വിവാദങ്ങളിലൂടെയാണ് മാധ്യമ ലോകം കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവാദം ഇപ്പോ തുപ്പൽ വിവാദമാണ്. ഈ തുപ്പൽ വിവാദത്തെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും മെസ്സേജ് അയക്കുന്നു. അപ്പൊ അതേക്കുറിച്ചൊക്കെ വളരെയധികം TV ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത വിധത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം ആരോപണം ഉന്നയിക്കുന്നവർ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുകയാണ്. തങ്ങളുടെ ആഹാരത്തിൽ ആരെങ്കിലും തുപ്പി വെക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഏത് സാധാരണ മനുഷ്യനും മടിക്കും, അറയ്ക്കും. ഇതൊരു സാധാരണ മനഃശാസ്ത്രം മാത്രമാണ്. ഇപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ ഭക്ഷണശാലകളിലും അതുപോലെ അവരുടെ വിവാഹ വിരുന്ന് സൽക്കാരങ്ങളിലും അവരുടെ ചുമതലയിൽ നടത്തുന്ന കേറ്ററിങ്ങുകളിലും ഒക്കെ ആഹാരത്തിൽ അവർ തുപ്പിവെക്കുന്നു എന്നാണ് പ്രചാരണം. ഈ പ്രചാരണം നടത്തുന്നത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പലരും പറയുന്നു. BJP സംസ്ഥാന അധ്യക്ഷനാണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് മറ്റു ചിലർ പറയുന്നു. ഏതായാലും സാമൂഹിക മാധ്യമങ്ങളിൽ ഈ പ്രചാരണത്തിന് ഏറ്റവും നേതൃത്വം നൽകുന്ന 3 പെന്തക്കോസ്ത് ചെറുപ്പക്കാരാണ്. പെന്തക്കോസ്ത് പാസ്റ്റർമാർ 3 പേരാണ്. അവർ യഥാക്രമം അനിൽകുമാർ അയ്യപ്പൻ, സെബാസ്റ്റ്യൻ പുന്നക്കൽ, അനിൽ കൊടിത്തോട്ടം. ഈ 3 സാമൂഹ്യ ദ്രോഹികളാണ് ഈ പ്രചാരം നടത്തുന്നത്. ആരെങ്കിലുമൊക്കെ ആഹാരത്തിൽ തുപ്പി വെക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ആഹാരത്തിൽ തുപ്പുന്നതിനെ ന്യായീകരിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു മനുഷ്യനും എതിരാണ്. ഇന്നലെ ചില മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആഹാരത്തിൽ തുപ്പുന്നു? അപ്പൊ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ ആളുകളാണെങ്കിലും അത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നുള്ള സാമാന്യ ബുദ്ധി നമുക്കില്ലാതെ പോയി. പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്ന് ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അവിടെയൊക്കെ 100% ഈ ഹലാൽ ഭക്ഷണശാലകളാണുള്ളത്. കേരളത്തിലെ പെന്തക്കോസ്ത് സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും വന്നിട്ടുള്ളത് അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. കേരളത്തിലെ പാസ്റ്റർമാർക്ക് നാടാറ് മാസം എന്ന തോതിൽ വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസം ഗൾഫ് രാജ്യങ്ങളിലാണ്. അത് ഏറ്റവും ചുരുങ്ങിയതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ സ്വർഗീയ വിരുന്നാണ്.
അതിന്റെ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ, അദ്ദേഹം ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ, പ്രമുഖ പാസ്റ്റർമാര്, പ്രവാചകന്മാര്, ഇവരെല്ലാം വർഷത്തിന്റെ നല്ലൊരു പങ്കും ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയാണ്, അവിടെ കഴിച്ചു കൂട്ടുകയാണ്. നിങ്ങൾക്കറിയാമോ, പല പ്രമുഖ പാസ്റ്റർമാരും ഒരു വർഷത്തിൽ 181 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യ വിട്ടു നിന്നാൽ NRI സ്റ്റാറ്റസ് കിട്ടും. അപ്പൊ നികുതി ഇളവുകൾ കിട്ടും. ഇവർ സമ്പാദിച്ചു കൂട്ടുന്ന കോടിക്കണക്കിന് രൂപ NRI അക്കൗണ്ടിൽ നികുതി വിധേയമല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ പല ട്രിപ്പായിട്ട്, അവരുടെ വിശ്വാസികൾ പോലും അറിയുന്നില്ല, 12 മാസത്തിൽ പാസ്റ്റർ ഗൾഫിൽ പോയി, പാസ്റ്റർ ബഹറിനിൽ പോയി, പാസ്റ്റർ ദുബായിൽ പോയി. ഇവര് കൃത്യ എണ്ണ എടുക്കുകയാണ്. എണ്ണ എടുത്തിട്ട് 181-ലധികം ദിവസം അവരെപ്പോഴും ഇന്ത്യക്ക് പുറത്തായിരിക്കും. അങ്ങനെ NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ പെന്തക്കോസ്ത് സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും അറബ് മുസ്ലിം രാജ്യത്തിൽ നിന്നുള്ള പണമാണ്. ഇവര് കൂടുതൽ സമയം അവിടെ താമസിച്ചിട്ടുള്ളത്, കേരളത്തിലെ ഒരു 30 ലക്ഷം കുടുംബങ്ങളെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഗൾഫ് സമ്പദ് വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളാണ്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഈ വസ്തുതകൾ ഇങ്ങനെയാണ്. നമ്മൾ ഈ വസ്തുതകളെ കാണുന്നില്ല. ഇനി നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് നോക്കിയാൽ, അവിടെയുള്ള കുടിസുമുറികളിൽ താമസിക്കുന്ന മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും വടക്കൻ കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളും ഒക്കെ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ആ മുറികളിൽ കഴിയുന്ന കാണാം. ഞാൻ പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആ ഐക്യവും സ്നേഹവും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ താമസിക്കുന്ന ആ ആളുകളുടെ ഇടയിൽ വലിയ തീക്കൂനയാണ് ഇവർ തീർക്കുന്നത്. ഇവര് വിദേശ രാജ്യങ്ങളിലെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ സ്വസ്ഥമായ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ഈ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ, ഈ ഗൾഫ് നാടുകളിൽ ഒരു മുറിയിൽ കഴിയുന്ന ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ട്. ഇതിന്റെ വസ്തുത എന്താണ്? അപ്പൊ ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലം, ഇതിനിടയ്ക്ക് പല ആളുകളും എന്റെ പേര് വലിച്ചഴിച്ച് ധാരാളം ചെറു വീഡിയോകളൊക്കെ ഇറക്കി വിടുന്നുണ്ട്. അതിൽ കുറെ എനിക്ക് കിട്ടി. ഞാൻ അതേക്കുറിച്ച് അവസാനം പ്രതികരിക്കുന്നതാണ്. കേരളത്തില് നിങ്ങൾ നോക്കുമ്പോൾ കുറെ കാലം മുമ്പ് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് പെന്തക്കോസ്തുകാർ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ കുറച്ച് പണ്ടൊക്കെ നല്ലതായിരുന്നു. എന്താണ് പണ്ടും ഇന്നും തമ്മിലുള്ള വ്യത്യാസം? എന്ത് വ്യത്യാസമാണ് വന്നത്? നമ്മൾ വസ്തുതാപരമായ ഒരു പഠനം നടത്തുക. വസ്തുതാപരമായിട്ട് ഇതിനെ നമ്മൾ സമീപിക്കുമ്പോൾ പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം, പണ്ടത്തെ കാലത്ത് പാരമ്പര്യ സഭകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അപ്പൊ യാക്കോബായ സഭ, അവരെങ്ങനെയായിരുന്നു കേരളത്തിൽ ജീവിച്ചിരുന്നത്? അവരുടെ പള്ളികളും ഇടവകളുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുകയാണ്. അയൽക്കാരന്റെ മതവിശ്വാസത്തെക്കുറിച്ച് അവർ ഒട്ടും ബോധർ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അയൽക്കാരന്റെ മതവിശ്വാസമോ ഈശ്വര സങ്കല്പമോ കേരളത്തിലെ യാക്കോബായ വിശ്വാസികളെ തെല്ലുമലട്ടിയിരുന്നില്ല. മറിച്ച് അവരുടെ വിശേഷ ദിവസങ്ങളിൽ ഇവർ സഹകരിക്കുകയും തങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ അവരെ സഹകരിപ്പിക്കുകയും ചെയ്തു പോന്നു. പള്ളിയിലെ പെരുന്നാളിന് ഹൈന്ദവര്, ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് ക്രൈസ്തവരും പരസ്പരം സഹകരിച്ചു പോന്നു. അതുപോലെ മുസ്ലിം മേഖലകളിലുള്ള ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും പരസ്പരം സഹകരിച്ചാണ് പോകുന്നത്. ഇത് പരമ്പരാഗതമായ കേരളീയ ജീവിത രീതിയായിരുന്നു. എന്നാണ് ഇതിന് താളം തെറ്റിയത്? ഇപ്പൊ പെന്തക്കോസ്ത് വിഭാഗം കേരളത്തിൽ വന്നപ്പോൾ എവിടുന്നെങ്കിലും, പണ്ട് ക്നാനായക്കാര് സിറിയയിൽ നിന്ന് വന്നു, അല്ലെ എഡേസയിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ എവിടെ നിന്നും വന്നതല്ല. പെന്തക്കോസ്ത് പ്രചരിപ്പിക്കാൻ ഒരു കൊക്ക് സായിപ്പാണ്, ഒരു കൊക്കാണ് വന്നത്. കൊക്കെന്നുള്ള ഞാൻ വിളിക്കുന്നതല്ല, പെന്തക്കോസ്തുകാർ തന്നെ വിളിക്കുന്ന.
ഒരു ബെർഗ് സാഹിബ് വന്നു, ഒരു കൊക്ക് സാഹിബ് വന്നു. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു ഈഴവനായിരുന്ന രാമൻകുട്ടി ശ്രീലങ്ക പോയി പെന്തക്കോസ്തു പാസ്റ്ററായി പോൾ എന്നുള്ള പേര് തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു 5-6 പേര് വന്നിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതാണ് പിന്നെ കേരളത്തിലുള്ള ഒരു KE എബ്രഹാം, അദ്ദേഹം ഒരു പ്രവർത്തനം തുടങ്ങി. ഇങ്ങനെയാണ് കേരളത്തിൽ കുറച്ച് പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ വരുന്നത്. ഈ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ വന്നപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് ആളുകളെ വേണം. ആ ആളുകളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം അവർ അധകൃതരായ ദളിതര്, അതുപോലെ അയിത്തക്കാര്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിലാണ് ആദ്യം കുറെ പേരെ പിടിച്ചത്. പിന്നീട് അവര് സുറിയാനിക്കാരിലേക്ക് തിരിഞ്ഞു. സുറിയാനിക്കാരെ കൂടുതലായിട്ട് പിടിക്കാൻ KE എബ്രഹാം ആണ് രംഗത്ത് വന്നത്. അദ്ദേഹം മഹദിയ ബാബിലോൺ എന്നൊരു പുസ്തകം എഴുതി ഈ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തെറ്റാണെന്നും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം കൃത്യമായി സ്വർഗത്തിൽ പോകണമെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഈ ഓർത്തഡോക്സ് ഈ കത്തോലിക്ക വിശ്വാസങ്ങളിലുള്ള ആളുകളെ സ്നാനപ്പെടുത്തി അവരുടെ കൂടെ ചേർക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ളൊരു മതപ്രചരണം, അതോടൊപ്പം അന്യമതങ്ങളെ മുഴുവൻ ഇവർ വിമർശിക്കാൻ തുടങ്ങി. ഈ അന്യമത വിമർശനം ഇവരാണ് ആരംഭിച്ചത്. ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ ഇരിപ്പ് ശരിയല്ല, കിടപ്പ് ശരിയല്ല. കിടക്കുന്ന ദൈവസങ്കല്പമൊക്കെ അവർക്കുണ്ട്. ഇപ്പൊ അനന്ത ശയനം എന്നൊക്കെ പറഞ്ഞു. ഇരിപ്പെന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പ സ്വാമിയുടെ ഇരിപ്പ് ശരിയല്ല, തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമിയുടെ കിടപ്പ് ശരിയല്ല. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രചാരണങ്ങളുമാണ് പെന്തക്കോസ്തുകാർ തുടങ്ങി. അന്യമത നിന്ന അവര് ആരംഭിച്ചു. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇത്തരത്തിലുള്ള മതപ്രചരണ പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നില്ല. പിന്നീട് അപകടം തിരിച്ചറിഞ്ഞു മുസ്ലിങ്ങൾ. അവരുടെ ഇടയില്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ പെന്തക്കോസ്ത് എന്ന പോലെ ഒരു ന്യൂനപക്ഷ മതപ്രചരണ സ്വഭാവമുള്ള വിഭാഗം എഴുന്നേറ്റ് വന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ, അതായത് ക്രൈസ്തവരുടെ ഇടയിൽ പെന്തക്കോസ്ത് എങ്ങനെയാണോ, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ എങ്ങനെ പെന്തക്കോസ്ത് വിഭാഗം നിൽക്കുന്നോ അതുപോലെ ഒരു ന്യൂനപക്ഷ അതിമത തീവ്ര നിലപാടുകളും പിടിവാശികളും കർക്കശതകളും ഒക്കെയുള്ള ഗ്രൂപ്പ് മുസ്ലിങ്ങളുടെ ഇടയിൽ ചില ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് പിടിവാശിയുണ്ട്. ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പോവില്ല, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ ദേശീയ ഗാനം പാടില്ല, രക്തം സ്വീകരിക്കില്ല, അല്ലെങ്കിൽ ദ പെന്തക്കോസ്ത് മിഷൻ ആശുപത്രി പോകില്ല, ഒരു ചികിത്സയും സ്വീകരിക്കില്ല, അല്ലെങ്കിൽ IPC ആഭരണം ധരിക്കില്ല, വെള്ളവസ്ത്രമേ ധരിക്കൂ, മീശ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബ്രദറങ്കാർ വേർപാട് അവിടെ നോക്കല്ല ഇവിടെ അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവര് പൊതു ക്രിസ്ത്യാനികളല്ല, മുഖ്യധാര ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗമല്ല. മുഖ്യധാര ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗമല്ല. ഇപ്പം പെന്തക്കോസ്ത്, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, സ്വർഗീയ വിരുന്ന്, ബ്രദറൻ ഫെലോഷിപ്പ്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്, യഹോവ വിറ്റ്നസസ്, എംബറർ ഇമ്മാനുവേൽ, ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകളൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്. അതൊരിക്കലും മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല. അപ്പൊ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ എന്താണത്? മെയിൻ സ്ട്രീം മുഖ്യധാര ക്രിസ്ത്യാനിത്വത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് ആണോ അല്ലയോ എന്നറിയാൻ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിടാത്ത ഒരു ഗ്രൂപ്പും മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി അല്ല. ദേ ഡോണ്ട് ബിലോങ് ടു മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ? ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ ഇല്ലയോ? ചൊല്ലുന്നവരെല്ലാം മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ടെസ്റ്റാണ്. അതായത് ഇപ്പൊ എയ്ഡ്സ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ആദ്യം ഏലിസ ടെസ്റ്റ് നടത്തും, പിന്നെയാണ് അതിൽ പോസിറ്റീവ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് നടത്തി വീണ്ടും ഉറപ്പിക്കും.
എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, പ്രാഥമികമായിട്ട് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് നോക്കുന്ന പോലെ. അപ്പൊ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന അവർ ഉരുവിടുന്നുണ്ടോ? നിങ്ങൾ നോക്കുക. രണ്ടാമത്, ഇവരുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമാണ്, ട്രിനിറ്റി. ക്രിസ്ത്യാനികളെ ഹോളി ട്രിനിറ്റിയാണ് അവരുടെ ദൈവം. ഹോളി ട്രിനിറ്റി ആണ്. ഹോളി ട്രിനിറ്റി അല്ലാതെ ചിലർക്ക് യേശുവാണ് ദൈവം. യേശു, പെന്റക്കോസ്റ്റൽ വിഭാഗങ്ങൾക്ക് യേശുവാണ് ദൈവം. യഹോവ സാക്ഷി എന്ന വിഭാഗത്തിന് യഹോവയാണ് ദൈവം. പിന്നെ ക്രിസ്ത്യാനിൽഫിയൻസ് വിഭാഗത്തിന് പിതാവ് ആണ് ദൈവം. അങ്ങനെ പിന്നെ പല ഗ്രൂപ്പുകൾക്കുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമായിട്ടുള്ള ഒരു കൊറിയൻ ഗ്രൂപ്പുണ്ട്. അവരും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പിനെ കണ്ടു. അപ്പൊ പിതാവ് മാത്രം ദൈവമായിട്ടുള്ളവരുണ്ട്, പുത്രൻ മാത്രം ദൈവമായിട്ടുള്ളവരുണ്ട്, പരിശുദ്ധാത്മാവ് മാത്രം ദൈവമായിട്ടുള്ളവരുണ്ട്, യഹോവ എന്ന ദൈവമുള്ളവരുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ മുഖ്യധാര ക്രിസ്ത്യാനിത്വത്തിന്റെ ദൈവം പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ്. ദ ഹോളി ട്രിനിറ്റിയാണ്. ഈ ഹോളി ട്രിനിറ്റിയാണ് മുഖ്യധാര ക്രിസ്ത്യാനിത്വത്തിന്റെ ദൈവം. അവ രണ്ട് കാര്യമാണ്. ഒന്ന്, സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ട്, ഈ ട്രിനിറ്റി ആണോ ദൈവം എന്ന് നോക്കുക. ഹോളി ട്രിനിറ്റിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, ഹോളി ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചതാണ്. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്, വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് എന്റെ രക്തമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് ഭവ്യതയോടെ, ഭക്തിയോടെ, ആദരവോടെ, വിശുദ്ധിയോടെ, വെടിപ്പോടെ, അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നോക്കുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നോക്കും. ഇനി ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. സഭ എന്നത്, ക്രിസ്തീയ സഭ എന്നത് ഏകമാണ്, ഒന്നാണ്. സഭ എങ്ങനെയാണ് ഒന്നാകുന്നത്? സഭ ഒന്നാകുന്നത് മാമോദിസായിലാണ്. മാമോദിസായുടെ ഐക്യത്തിലാണ് സഭ ഒന്നാകുന്നത്. ഇന്ന് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്ന ഈ ത്രിമൂർത്തികളുടെ, അല്ലെങ്കിൽ 3 ഇഡിയറ്റ്സ്, അല്ലെങ്കിൽ 3 സ്കൗണ്ടറൽസ് എന്നുള്ള പേരായിരിക്കും നല്ലത്. ഈ പറഞ്ഞ ഈ 3 വ്യക്തികളുടെ പ്രകടനത്തിൽ വശമതരായ, അല്ലെങ്കിൽ അങ്ങ് ആകൃഷ്ടരായിട്ട് ചില കത്തോലിക്ക പുരോഹിതന്മാർ പോലും അവരെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ, എന്തൊരു സംഭവം, ഉഗ്രൻ. അവരും ക്രിസ്ത്യാനികളാണ്. അവരെങ്ങനെയാ ക്രിസ്ത്യാനികളാകുന്നേ? സഭ ഏകമാണ്. വൺ ഹോളി അപ്പോസ്തലിക് കാത്തലിക് ചർച്ച്. അപ്പൊ സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, ശ്ലൈഹികമാണ്. അപ്പം ഏകമാകുന്നത് എങ്ങനെയാണ്? സഭ ഏകമാകുന്നത് മാമോദിസായിലാണ്. കാരണം വിശ്വാസം ഒന്ന്, മാമോദിസ ഒന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ്ലീഹ പറയുന്നതാണ്. അപ്പം വിശ്വാസം നമുക്കൊന്നാണ്. അത് എന്താണ് നമ്മുടെ വിശ്വാസം? പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്കുക, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഫെയ്ത്ത്. അവിടെയാണ് നമുക്ക് യൂണിറ്റി ഉണ്ടാകുന്നത്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. വൺ ബോഡി, വൺ ഫെയ്ത്ത്, വൺ ലോർഡ്, വൺ ബാപ്റ്റിസം. ഇവിടെയാണ് സഭ ഒന്നാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കത്തോലിക്ക സഭ അല്ലെങ്കിൽ യാക്കോബായ സഭ ഇതൊക്കെ ഒന്നാണെന്ന് പറയുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ 2 സഭയായിട്ട് തോന്നും. അപ്പൊ ഒരിക്കലും ഒരു യാക്കോബായ വിശ്വാസിയെ കണ്ടാൽ ഒരു കത്തോലിക്ക അച്ഛൻ പിടിച്ചിട്ട് വീണ്ടും മാമോദിസ കൊടുക്കുന്നില്ല. കാരണം മാമോദിസ ഒന്ന്.
ഒരു മാർത്തോമക്കാരനെ കാണുന്ന സമയത്ത് ഒരു ഓർത്തഡോക്സുകാരൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവന്റെ അച്ഛന്റെ അടുത്തുകൊണ്ട് ഇവനെ വീണ്ടും ആവേശം കൊടുക്കുന്നില്ല. ഒരു ഓർത്തഡോക്സുകാരനെ കണ്ടാൽ ഒരു മാർത്തോമക്കാരൻ വിളിച്ചു കൊണ്ട് അവന്റെ പള്ളിയിൽ കൊണ്ടുപോകുന്നില്ല. ഇത് പരസ്പരം സ്വീകരിക്കുകയാണ്, പരസ്പരം അംഗീകരിക്കുകയാണ്, അക്നോളജ് ചെയ്യുകയാണ്, പരസ്പരം ഹോണർ ചെയ്യുകയാണ്. ഇത് കോ എക്സിസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ കത്തോലിക്ക സഭയാവട്ടെ, യാക്കോബായ സഭയാവട്ടെ, ഓർത്തഡോക്സ് സഭയാവട്ടെ, മാർത്തോമ സഭയാവട്ടെ, ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുകയാണ്. സോ വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, വൺ ബോഡി. ഇതാണ് കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, മാമോദിസ ഒന്ന്, എല്ലാവരും കൂടെ വ്യാപരിക്കുന്ന പിതാവായ ദൈവവും ഒന്ന്. അപ്പം ഇതാണ് സഭ ഒന്നാണെന്ന് പറയുന്നത്. ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, ശ്ലൈഹികമാണ്. അപ്പൊ ഏകം, വിശുദ്ധം, സാർവത്രികം, ശ്ലൈഹികമായിരിക്കുന്ന ആ വൺ ഹോളി അപ്പോസ്തലിക് ആൻഡ് കാത്തലിക് ചർച്ച്. അപ്പൊ ഇതിന്റെ ഭാഗമാണോ? പെന്റക്കോസ്തുകാരെ നോക്ക്, അതിപ്പം അനിൽ കുഴിത്തോട്ടത്തിന്റെ ഗ്രൂപ്പ് ആണെങ്കിലും, അനിൽ അയ്യപ്പന്റെ ഗ്രൂപ്പ് ആണെങ്കിലും, സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഗ്രൂപ്പ് ആണെങ്കിലും, ഇവരെല്ലാം ഒരു കത്തോലിക്കനെയോ ഒരു യാക്കോബായക്കാരനെ കണ്ടാൽ വെറുതെ വിടത്തില്ല, അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? വീട് പൊക്കും. പക്ഷെ അതിനേക്കാൾ വിശേഷതയുള്ള ആളാണ് ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ അനിൽകുമാർ അയ്യപ്പനും അനിൽ കൊടുത്തോട്ടവും മുക്കിയതും അംഗീകരിക്കത്തില്ല, അയാൾ വീണ്ടും ഒന്നുകൂടെ മുക്കുന്ന ഗ്രൂപ്പാണ്. ആ സ്നാനം പോലും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത്രമാത്രം they are not Christians. They don't belong to the mainline Christianity. അപ്പൊ യഥാർത്ഥ ക്രൈസ്തവരല്ല. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്രൂപ്പ് പോലെ മുസ്ലിങ്ങളുടെ ഇടയിലും ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അവർക്ക് വിചിത്രമായ ആരാധന സമ്പ്രദായങ്ങളുണ്ട്, രീതികളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അവർക്ക് അനുഷ്ഠാനങ്ങളുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പെന്തക്കോസ്റ്റിൽ പോയിട്ടുള്ള അടുത്ത കാലത്തായിട്ട് അവരതിന് പരിഷ്കരണം വരുത്തി. പെന്തക്കോസ്തുകാരെ പെട്ടെന്ന് നിറം മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു 10-15 വർഷം മുമ്പ് വരെ പെന്തക്കോസ്റ്റിന്റെ മീറ്റിങ്ങുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും മാസത്തിലൊരിക്കൽ തുപ്പൽ ഷെയർ ചെയ്യുന്ന പരിപാടി കാണാം. തുപ്പൽ ഷെയറിങ് ശുശ്രൂഷയുണ്ട്. അതായത് ഒരു ചളങ്ങിയ അലൂമിനിയം മൊന്തക്കകത്ത് ഇവര് കുറച്ച് രസന കലക്കി ഒഴിക്കും. എന്നിട്ട് പാസ്റ്റർ ആദ്യം മുത്തി കുടിക്കും, എന്നിട്ട് അപ്പുറം ഇരിക്കുന്നവർക്ക് കൊടുക്കും. സഹോദരന്മാർ മുഴുവൻ അതിൽ ഇങ്ങനെ മുത്തി കുടിച്ചിട്ട് അത് സഹോദരിമാർക്ക് കൊടുക്കും. സഹോദരിമാർ മുത്തി കുടിക്കും. അതായത് അവിടെ ഒരു 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരും ഒരു മൊന്തയിൽ നിന്ന് വായ വെച്ച് കുടിച്ച് പരസ്പരം തുപ്പൽ ഷെയർ ചെയ്യുന്ന ഒരു കലാപരിപാടിയുണ്ട്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരുടെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ മതി. പെന്തക്കോസ്തിലെ ആളുകളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവരുടെ അനുഭവങ്ങൾ. അത് വലിയൊരു ത്യാഗമായിട്ടാണ് അവർ കാണുന്നത്. അത് വലിയൊരു ഭാഗ്യവും പുണ്യവുമായിട്ടാണ് അവർ കാണുന്നത്. അത് കർത്താവിനോട് എന്തോ വലിയ ഭക്തി കാണിക്കുന്നതായിട്ടൊക്കെയാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് അവരുടെ ഗ്രൂപ്പിന്റെ മാത്രം ഇതാണ്. പക്ഷെ ആ ഒരു ചിത്രം കണ്ടുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികളെ അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയില്ല. മുഴുവൻ ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ ഇടയിലെ ചില ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. അവരുടെ നേർച്ചകളുണ്ട്. ആ നേർച്ചകളിൽ അവരുടെ ഉസ്താദുമാർ ഊതുകയും തുപ്പുകയും ഒക്കെ ചെയ്ത് അവരത് ഷെയർ ചെയ്യുന്ന അവരുടെ ഒരു പരിപാടിയാണ്. അത് പൊതു മുസ്ലിങ്ങൾ ചെയ്യുന്നതോ അവരുടെ വിവാഹത്തിനോ പിന്നെ ഹോട്ടലുകളിലോ ചെയ്യുന്നതായ കാര്യമല്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനെ എന്ത് ചെയ്യാണ്? തെറ്റിദ്ധാരണാജനകമായ വിധത്തിൽ പ്രചരിപ്പിക്കുകയാണ്. എന്തിനാ? നാട്ടിലെ സമാധാനം നശിപ്പിക്കുവാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക, ഈ ക്രിസ്തീയ വിഭാഗങ്ങളിൽ എങ്ങനെ പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ ഒരു മാർജിൻ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നോ അതുപോലെ മുസ്ലിങ്ങളുടെ ഇടയിലും
അത്തരത്തിലുള്ള തീവ്ര മത സ്വഭാവങ്ങളുള്ള വ്യത്യസ്തമായ നിലപാടുകളുള്ള തികച്ചും സ്ട്രേഞ്ച് ആയിട്ടുള്ള അന്യമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ കോമൺ മുസ്ലിങ്ങളെ വിലയിരുത്തരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമോ രാഷ്ട്രീയ യാഥാർത്ഥ്യമോ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ക്രിസ്ത്യാനികൾ മടിക്കേണ്ട ആവശ്യമില്ല. അതിനെ അഡ്രസ് ചെയ്യണം. ഞാനീ പറയുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഒട്ടും ബോധമില്ലാതെ തികച്ചും പാസീവായിട്ട് നിൽക്കണമെന്നല്ല. പെന്തക്കോസ്ത് മത പ്രചരണം കേരളത്തിൽ ക്രൈസ്തവരെ പിന്നോട്ടടിച്ചതിനെ കുറിച്ച് ചില ലൈവുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ലൈവുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഞാൻ ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അതിലൊട്ടും വെള്ളം ചേർക്കുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല. ഒന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളുടെ പ്രാതിനിധ്യം കുറവാണ്. പഴയ തലമുറയുടെ ഉണ്ട്. ഞാനിപ്പോ AK ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ മറഞ്ഞു പോകുന്ന ആ തലമുറയെ കുറിച്ചല്ല പറയുന്നത്. ആ തലമുറയിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ നേതൃത്വം രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്നു. ഞാൻ വരും തലമുറയെ കുറിച്ചാണ് പറഞ്ഞത്. യങ് ജനറേഷനിൽ നോക്കുമ്പോ ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പങ്കാളിത്തം, നേതൃത്വ നിരയിലെ പങ്കാളിത്തം വളരെ കുറവാണ്. അതിന്റെ കാരണം വിദേശ രാജ്യങ്ങളോടുള്ള ആഭിമുഖ്യം. ക്രിസ്ത്യൻ ചെറുപ്പക്കാരിൽ നല്ല പങ്കും, നിങ്ങളൊരു സർവേ നടത്തിയാൽ 70% ആളുകളും വിദേശത്ത് പോകാൻ, മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കും. കാനഡ, അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അങ്ങനെ അങ്ങ് പോകാൻ ആഗ്രഹിക്കുക. നിങ്ങളൊരു സർവേ എടുത്തു നോക്കുക ക്രൈസ്തവ യുവാക്കളുടെ ഇടയിൽ. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പൊ മുസ്ലിം യുവാക്കള് വിദേശത്ത് പോകുന്നെങ്കിൽ അവരിൽ ഒരു 90% പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവർ ഒരിക്കലും അവിടെ സ്ഥിരതാമസമാക്കുന്നില്ല. ഒരു ഷോർട്ട് ടൈമിന് ശേഷം അവർ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽഡ് ആകാണ്. അവർ ബിസിനസ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്യും. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവർക്ക് 4 മണിക്കൂർ പരമാവധി വിത്തിൻ 5 hours അവർക്ക് നാട്ടിൽ വരാൻ പറ്റും. പക്ഷെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോകുന്ന ക്രൈസ്തവ യുവാക്കൾക്ക് ദീർഘമായ യാത്ര 20-30 മണിക്കൂറുകൾ കൊണ്ടാണ് നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലോട്ടുള്ള ഫ്രീക്വന്റ് വിസിറ്റുകൾ ഉണ്ടാവില്ല. പിന്നെ അവർക്ക് അവിടെ സ്വന്തമായി വീട് വാങ്ങാനും സെറ്റിൽഡ് ആകാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ അതാത് രാജ്യങ്ങളിൽ, അതായത് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇങ്ങനെയൊക്കെ അങ്ങ് സെറ്റിൽഡ് ആകുമ്പോൾ നാട്ടിലുള്ള അവരുടെ വസ്തുവകകൾ ഡിസ്പോസ് ചെയ്യുക അവർ തീരുമാനിക്കും, അല്ലെങ്കിൽ നിർബന്ധിതരാകുകയാണ്. അപ്പൊ അങ്ങനെ വിൽക്കുന്ന, ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്ന ആരായിരിക്കും? ഈ ഗൾഫിൽ ജോലി ചെയ്തിട്ട് നാട്ടിൽ സെറ്റിൽഡ് ആയ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന മുസ്ലിം ചെറുപ്പക്കാരായിരിക്കും. ഇതൊരു സ്വാഭാവികതയാണ്. ഇതിനകത്ത് ആരുടെയും അജണ്ടയോ ക്രിസ്ത്യാനികളെ തകർക്കാനുള്ള ഇതൊന്നുമില്ല. ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ വസ്തുക്കൾ വാങ്ങുന്ന മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? പല സ്ഥലത്ത് സ്പ്രെഡ് ആകുന്നു. അവരവിടെ ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കുന്നു. അപ്പൊ ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ ചെറുപ്പക്കാരില്ല, വൃദ്ധ ദമ്പതികളും ഒരു നായും കാണും. ചില വീടുകളിൽ ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളി വല്ലതും അതൊക്കെ കാണും. ഇതാണിപ്പോ കേരളത്തിലെ സ്ഥിതി. ഇതിന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു സംഘടനയുണ്ട്, പിന്നെ എന്തോ കത്തോലിക്ക കൂതാശ എന്നോ മറ്റോ പറഞ്ഞൊരു സംഘടന. അവരൊക്കെയാണ് ഇതിന് ഈ നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെയൊക്കെ നേതാക്കന്മാരെ നോക്കി അവരൊക്കെ ഇസ്രായേലിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. കേരളത്തിലൊന്നും നേതാക്കന്മാരില്ല. അവരുടെ ഒന്നും വീടുകളിലും ആരുമില്ല. അപ്പൊ അവര് വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് ഉള്ള പരിഹാരം ക്രൈസ്തവരുടെ ഈ മൈഗ്രേഷൻ, ഒന്നാമത് ക്രിസ്ത്യാനികൾക്ക് സാന്നിധ്യം. രണ്ടാമതായിട്ട് ഉള്ള കാര്യം, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എന്ന് തുടങ്ങിയുള്ള പാട്ടും അത്തരത്തിലുള്ള ഒരു ദൈവശാസ്ത്രവും. നേരത്തെ അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പാണെന്നും നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നുമുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്
രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് എന്തോ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള കുറഞ്ഞ കാര്യമാണെന്നൊരു ചിന്ത ക്രിസ്ത്യാനികളുടെ പൊതുബോധത്തിലേക്ക് ഈ പെന്തക്കോസ്ത് ഗാനങ്ങളിലൂടെ കടന്നു വന്നു. വേർപാട് പാലിക്കുക, വിശുദ്ധി പാലിക്കുക, ഇത്തരത്തിലുള്ള പാട്ടുകളും പ്രാർത്ഥനകളും പള്ളികളിൽ, അത് കത്തോലിക്ക കരിസ്മാറ്റിക് ഗ്രൂപ്പുകളായാലും ഓർത്തഡോക്സിലെ പ്രാർത്ഥനാ യോഗങ്ങളിലൂടെ ആണെങ്കിലും യാക്കോബായിലെ ശക്തി കൂട്ടായ്മകളിലൂടെ ആണെങ്കിലും ഇതിലൊക്കെയൊക്കെ സ്ത്രീകൾ സ്വാധീനിക്കപ്പെട്ടു. അപ്പൊ സ്ത്രീകളാണല്ലോ ആൺകുട്ടികളെ കൂടുതലായിട്ട് കരുതുന്നത്. അപ്പൊ അവർ ചെറുപ്പം തൊട്ടേ നമ്മുടെ ദേശം ഇവിടെയല്ല, നമുക്ക് മുകളിൽ നിന്നൊരു ദേശം വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇൻവോൾവ് ആകണ്ട എന്നുള്ള രീതിയിൽ മക്കളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിടത്തില്ല, സാമൂഹിക ഇടപെടലുകളിലേക്ക് അയക്കത്തില്ല. കൂടുതൽ ഓൺലൈൻ മീഡിയയും ഗെയിമുകളും പിന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ, കോച്ചിങ് സെന്ററുകൾ, എൻട്രൻസ് പരീക്ഷകൾ, ആ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ ക്രിസ്ത്യാൻ ചെറുപ്പക്കാരില്ലാതെ വന്നു. ഇനി ആരെങ്കിലും ഇറങ്ങിയാൽ തന്നെ അവനെ പരമാവധി നിരുത്സാഹപ്പെടുത്തും. നീ എന്തെങ്കിലും ജോലിക്കോ അല്ലെ ഗൾഫിൽ പോ, വിസ തയ്യാറാക്കി കൊടുക്കും, അവന്റെ അമ്മാച്ചൻ വന്ന് വിസ എടുത്തു കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പെന്തക്കോസുകാർ നോക്ക്, ഈ പെന്തക്കോസുകാരിൽ നിന്നിപ്പോ ഒരു VS ജോയി മലപ്പുറം ജില്ലയുടെ DCC പ്രസിഡന്റ് ആയിട്ടുണ്ട്. എന്തോ ഒരു ആർപ്പ് വിളികളും അട്ടഹാസങ്ങളുമാണ് പെന്തക്കോസ് ഗ്രൂപ്പുകളിൽ. വിവാ വിവാ ജോയ്, വിവാ VS ജോയ് എന്ന ജോയി മോനെ അങ്ങ് പുകഴ്ത്തുകയാണ്. നല്ല കാര്യമാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു DCC പ്രസിഡന്റ് വന്നാണ്, അവരത് ആഘോഷിക്കുക. അവർക്ക് ഇത്ര നാൾ അങ്ങനെ ഇല്ല. ഇപ്പൊ അവര് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പക്ഷെ ഇപ്പൊ അവരുടെ പാട്ടുകൾ ഏറ്റെടുത്ത് പാടി കത്തോലിക്ക യുവാക്കളും സുറിയാനി സഭയിലെ യുവാക്കളുമൊക്കെ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമില്ലാത്തവരായി രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നു. അതുപോലെ ബിസിനസ് മേഖലകളിൽ ക്രൈസ്തവർ പിന്നോട്ടടിച്ചതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ നിരീക്ഷിച്ചത് ബിസിനസ് ചെയ്തിട്ടുള്ള പല ക്രൈസ്തവരുടെയും ധൂർത്താണ്, അതുപോലെ ഹൈന്ദവരുടെ അലസതയാണ്. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യം, ഇതിനെ സാമാന്യവൽക്കരിക്കരുത്, ഒരു നിരീക്ഷണം മാത്രമാണ്. അപ്പൊ ഇത്തരത്തിൽ പക്ഷേ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? അത്യുത്സാഹത്തോടെ അവരുടെ ബിസിനസ് അവർ ചെയ്യുന്നു. അവർ ഫുൾ ടൈം ആ ബിസിനസ് അങ്ങനെ വിജയിപ്പിക്കണമെന്ന് അവർക്ക് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും കിട്ടുന്നു. അതുകൊണ്ട് അവർ ബിസിനസ്സിൽ വിജയിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ മുന്നേറുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുന്നേറ്റത്തെ കണ്ട് അതിനെ മാതൃകയാക്കി അത്തരത്തിൽ, അതുപോലെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാകട്ടെ, സർക്കാരിൽ നിന്നുള്ള സൗജന്യങ്ങളാവട്ടെ, ഇതൊക്കെ നേടിയെടുക്കാൻ അവർ കൂട്ടായ പരിശ്രമം നടത്തുന്നു, സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ തികച്ചും അസംഘടിതരായി, തികച്ചും അലസരായി ഹിന്ദു സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നതുകൊണ്ട് പലതും അവർക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം തികച്ചും യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട എന്താണ്? ഒരു സാമൂഹിക പരിതസ്ഥിതി, ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോ അതിനെ അഡ്രസ് ചെയ്യണം. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ ക്രൈസ്തവർ ഇപ്പൊ ഈ പറഞ്ഞ ഈ കൂദാശ എന്നൊക്കെ പറയുന്ന സംഘടന അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മതഗ്രന്ഥം എടുത്തു വെച്ചു, അവരുടെ അള്ളാഹുവിനെ അവരുടെ പ്രവാചകനെ എടുത്തു വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭള്ളു പറയുകയാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തീവ്രവാദ സ്വഭാവമില്ലാത്ത ശരാശരി മുസ്ലിങ്ങളെ കൂടെ പ്രകോപിപ്പിക്കുകയാണ്, പരിഭ്രാന്തരാക്കുകയാണ്. അപ്പൊ അവരെ കൂടെ എന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായ ഒരു വിഭാഗീയത നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോ രാഷ്ട്രീയ വസ്തുതകളോ ഒന്നും ഇല്ലാതാകുന്നില്ല, അതിനെയൊക്കെ അഡ്രസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും മുസ്ലിങ്ങളുടെ കുറ്റം കൊണ്ട് വന്നിട്ടുള്ളതല്ല, മറിച്ച് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വീഴ്ചകൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? മതപരമായ പ്രകോപനം ഉണ്ടാക്കുകയാണ്, അന്യമത നിന്ദ നടത്തുകയാണ്. ഇതാരാണ് നടത്തുന്നത്? ഇത് പരമ്പരാഗതമായിട്ട് ഇവിടെ ക്രൈസ്തവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇതാണ് ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, ഞാൻ പറഞ്ഞ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകളുടെ സംഭാവനയാണ്. അവരിപ്പോൾ വന്നിട്ട് മുസ്ലിങ്ങളുടെ മതഗ്രന്ഥം വെച്ച് ചീത്ത വിളിക്കുന്നു, അവരുടെ പ്രവാചകനെ ചീത്ത വിളിക്കുന്നു, അവരുടെ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നു. അപ്പൊ ഇപ്പുറം നിന്ന് കുറെ ക്രിസ്ത്യാനികൾ, മോഹഭംഗമുള്ള ക്രൈസ്തവർ എന്ത് ചെയ്യുന്നു?
അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇതിന്റെ അനന്തര ഫലം എന്താണ്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ഇതുകൊണ്ടല്ല പ്രയോജനം ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യത്തെ കാണുക. ഇപ്പൊ പ്രചാരണം നടത്തേണ്ട എന്താണ്? പ്രചാരണം നടത്തുന്ന ക്രിസ്ത്യാനികളുടെ വസ്തുക്കൾ വിറ്റുപോകുന്നു. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ക്രൈസ്തവര് തങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ വസ്തുവിന്റെ 23% വിറ്റുകളഞ്ഞു എന്നാണ് ഒരു കണക്ക് പറയുന്നത്. അതായത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ കൈവശം വെച്ചിരുന്ന ഭൂവിസ്തൃതിയുടെ 23% കഴിഞ്ഞ 20 വർഷത്തിനിടെ ഡിസ്പോസ് ചെയ്തു. ആരും തട്ടിയെടുത്തല്ല, വിറ്റ് പണമാക്കിയതാണ്. അങ്ങനെ വിറ്റ വസ്തുക്കളിൽ 80% വസ്തുക്കളും വാങ്ങിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. ഇത് മുസ്ലിങ്ങൾ തോക്ക് കൊണ്ട് മേടിച്ചതല്ല, വാള് കൊണ്ട് പേടിപ്പിച്ചിട്ടല്ല, ക്രിസ്ത്യാനികൾ വിറ്റതാണ്. അപ്പൊ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കും. ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, ഇതൊരു സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് ആൻ എക്കോണോമിക് റിയാലിറ്റി, ഇറ്റ്സ് എ സോഷ്യൽ റിയാലിറ്റി, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ റിയാലിറ്റി. അപ്പൊ ഈ റിയാലിറ്റി അഡ്രസ് ചെയ്യുന്നതിന് പകരം ഈ 3 തെമ്മാടികളുടെ വാവിഷ്ഠാനം കേട്ട് രാത്രിയും വൈകിട്ടും ഇരുന്ന് നിർവ്വാണം പ്രാപിക്കുന്ന കേരള ക്രൈസ്തവന് ഹാ കഷ്ടം. നിന്നെ നോക്കി കാലം പറയും ഷെയ്ം ഓൺ യു. അപ്പൊ ചരിത്രത്തിൽ നാണം കെട്ടവന്മാരുടെ സ്ഥാനമായിരിക്കും ഈ അന്തിക്ലബിനകത്ത് ഇരിക്കുന്നവന്മാർക്കുള്ളത്. നിങ്ങളിരുന്ന് എന്തോ ആയി കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ ഈ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യാൻ പറ്റും ധീരന്മാരായിട്ട്? ഇത് മുഴുവൻ അവിടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഇതെല്ലാം വ്യാജ ഐഡിയിലാണ് ആളുകൾ വരുന്നത്. വ്യാജ ഐഡിയിൽ വന്നിങ്ങനെ ചീത്ത വിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഭീരുക്കളുടെ ലക്ഷണമാണ്. അപ്പൊ ഒരു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കണ്ട് അതിന്റെ പരിഹാര നിർദ്ദേശങ്ങളാണ് കൊണ്ടുവരേണ്ടത്. കത്തോലിക്ക പുരോഹിതന്മാർ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. നല്ല ശക്തമായ ഇടപെടലുകൾ, നല്ല മികച്ച രീതിയിലുള്ള ചീത്തവിളികൾ നടത്തുന്നു. വളരെ നല്ല കാര്യമാണ്. ഈ സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? അവരെങ്ങനെ ദിശാബോധമുള്ളവരാക്കാം, ഇതെങ്ങനെ പരിഹരിക്കാം, ഇതെങ്ങനെ ഒരു ഭാവി നമുക്ക് സുഭദ്രമാക്കാം. അപ്പൊ കേരളത്തിൽ ക്രിസ്ത്യാനിക്ക് ഒരു ഭാവി വേണമോ? ക്രിസ്ത്യൻ ചർച്ചിന് കേരളത്തിൽ എന്ത് ഭാവിയാണ് ഉണ്ടാകാൻ പോണേ? ഞാനത് ഇന്നലെ അല്ല പറയാൻ തുടങ്ങിയത്, 4 വർഷമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഭാവി ഭീഷണിയിലാണ്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് മറ്റൊരു ഫാക്ടറാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ കേരളത്തിലെ ക്രൈസ്തവർക്ക് തങ്ങളുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് ബോധ്യമില്ല. ദൈവവിശ്വാസത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാമിക മതപ്രചരണത്തിൽ അവർ വീണു പോകുന്നത്. അതുപോലെ യുക്തിവാദ ചിന്ത, നിരീശ്വരവാദ ചിന്ത അവരെ പിടിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വിദേശത്തുള്ള നിങ്ങൾ കണക്കെടുത്ത പാലാ രൂപതയിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളത്. പാലാ ബിഷപ്പിന് നല്ല നമസ്കാരം ഞാൻ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിന്റെ കൺസേണും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുള്ള പാലാ രൂപതക്കാരുടെ സർവേ നടത്ത്, അതിൽ മെജോറിറ്റി എത്തീസ്റ്റാണ്. എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു? അപ്പൊ സ്വന്തം വിശ്വാസികളെ പഠിപ്പിക്കാനുള്ള ഒരു പരിശ്രമം, അതിനുള്ള മുൻകൈ എടുക്കൽ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇതിനെ ഫലപ്രദമായി ചെറുക്കാൻ എന്ത് സാധിക്കും? മുസ്ലിങ്ങളുടെ ദാവാ പ്രവർത്തനം കൊണ്ട് എത്ര ക്രിസ്ത്യാനികളാണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ കത്തോലിക്ക സഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? മുസ്ലിങ്ങളുടെ ദാവാ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ 20 വർഷത്തിനിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് എത്ര കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അതേസമയം നിങ്ങൾ നോക്ക്, പെന്തക്കോസ്തുകാരുടെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ 20 വർഷത്തിനിടെ എത്ര കുടുംബങ്ങളാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? കണക്കെടുത്ത് നോക്ക്. മുസ്ലിമിലേക്ക് പോകുന്നതും പെന്തക്കോസ്റ്റിലേക്ക് പോകുന്നതും ഒരുപോലെയാണ്. കാരണം അവരെ സഭയ്ക്ക് നഷ്ടപ്പെടുകയാണ്, അവരെ ആ ഇടവകയ്ക്ക് നഷ്ടപ്പെടുകയാണ്. അത് തന്നെയല്ല, അവർ തുടർന്ന് എന്ത് ചെയ്യാണ്? ഇടവകയെ ക്ഷയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. നാടൻ ഭാഷ പറഞ്ഞ ആടുമോഷണം എന്ന തൊഴിലിൽ അവർ വ്യാപൃതരാവുകയാണ്. അപ്പൊ ഈ ആടുമോഷ്ടാക്കൾക്ക് സ്വന്തം ആടുകളുടെ ആലയ്ക്കകത്ത് നല്ല അന്തിസൽക്കാരം നടത്തുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ പുരോഹിതന്മാരും വിശ്വാസികളും ചേർന്ന്. അവരുടെ ആടിനെ മോഷ്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. നിങ്ങൾ ദൈവവിശ്വാസം പഠിപ്പിക്കൂ. അപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കൊണ്ടും ഈ പറഞ്ഞ അനിൽ കൊടിത്തോട്ടമോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ ദൈവവിശ്വാസം പഠിപ്പിക്കൂ. കാരണം അവരെന്ത് ദൈവവിശ്വാസമാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിനോട് വേണ്ട ആന്റിഡോട്ട് ദൈവവിശ്വാസം. ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. ഞങ്ങൾ സത്യവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അന്യമത നിന്ദ നടത്തുന്നതല്ല ഇതിന്റെ പരിഹാരം. ഇതിന് 2 പരിഹാരമാണുള്ളത്. ഒന്ന്, രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും നിലനിൽക്കുന്ന ഈ കടുത്ത വിവേചനം, ഈ കടുത്ത വ്യത്യസ്തതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികമായ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും എന്ത് സംഭവിക്കാം? ഒരു മുൻകൈ ഉണ്ടാകുവാനുള്ള പ്രായോഗിക നടപടികളിലേക്ക് പോവുക. 2-fold പരിഹാരം. രണ്ടാമത്, ആത്മീകമായും ദൈവശാസ്ത്രപരമായും വിശ്വാസികളെ കൂടുതൽ കരുത്തുള്ളവരാക്കുക. ഈ 2 കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ കത്തോലിക്ക സഭയാവട്ടെ മറ്റ് സഭകളാവട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്രിസ്ത്യാനിത്വത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഈ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ആ വിടവിനെ നികത്താൻ വേണ്ട കൂട്ടായ പരിശ്രമങ്ങൾക്ക് എടുക്കേണ്ട നടപടികളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന് മുന്നിട്ടിറങ്ങുക. 2, നിങ്ങളുടെ വിശ്വാസത്തെ, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തെ വിശ്വാസികളെ പഠിപ്പിച്ച് ആയുധമണിയിക്കുവാനുള്ള, ആയുധമണിയിക്കാന്ന് ഞാൻ പറഞ്ഞാൽ ആശയപരമായിട്ട് ആയുധമണിയിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുക. അല്ലാതെ വിശ്വാസികളെ അന്തിക്ലബിൽ വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ സൂക്തവും അതും ഇതും പഠിപ്പിച്ച യാതൊരു വിശേഷവുമില്ല. അവരെ പഠിപ്പിക്കേണ്ട യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസമാണ്. അതിന് കഴിഞ്ഞ നാളുകളിൽ വരുത്തിയ വീഴ്ചകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ആളുകൾ പോയത്. അപ്പൊ ഇതിന് 2-fold പരിഹാര നിർദ്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഈ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ പോംവഴി നടപ്പാക്കുക. അതിന് ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ TFR റേറ്റ്, TFR വർദ്ധിപ്പിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ, അതിനുള്ള ആഹ്വാനങ്ങൾ, അത് നമ്മുടെ ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പരിഹസിക്കപ്പെട്ടു. ആ കാലത്ത് ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം അത് ഒരു കമ്മ്യൂണിറ്റി നശിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. TFR വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികൾ ചെയ്യുക. 2, ബിസിനസ് മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അപ്പം ബിസിനസ്, കൃഷി അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിലൊന്നും ഇതിന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള സംഘടനാ ശക്തിയും ഇപ്പോൾ നിങ്ങൾക്കുള്ള സ്വാധീനവും നിങ്ങൾ അതിനുപയോഗിച്ച് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക. അത് ദിശാബോധം നൽകുന്നതും അത് പ്രയോജനകരവുമാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക. രണ്ടാമത്, ആധ്യാത്മികമായിട്ട് സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് സ്വന്തം ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഈ 2 കാര്യം ചെയ്യുന്നതിന് പകരം ഇവിടെ ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ 3 പെന്തക്കോസ്ത് വേട്ടാവളിയന്മാരുടെ സൂക്തങ്ങൾ കേട്ട് കോൾമയിർ കൊള്ളുന്ന വിധത്തിൽ അധപ്പതിച്ചു പോയത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഈ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആളുമൊക്കെ എനിക്കെതിരെ എന്റെ പേരും ഒക്കെ പറഞ്ഞൊരു പടമൊക്കെ വെച്ചൊരു വീഡിയോ ഒക്കെ ഇറക്കുന്നത്. അപ്പൊ ഇത് നമുക്കിപ്പോ അതേക്കുറിച്ച് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ദയനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. പണ്ട് ഞാനൊരു വീഡിയോ ഇറക്കി, എന്റെ വീഡിയോ ക്ലിപ്പുമായിട്ട്, യാഥാർത്ഥ്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും പിൻവലിക്കുന്നില്ല, ഒരു നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക. ഈ അന്യമത നിന്ദ നടത്തുന്നത് ക്രിസ്തീയമല്ല, അത് ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. മറ്റുള്ളവനെ ചീത്ത വിളിച്ച് അതിൽ രസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് നല്ല മാർഗം ഓതി കൊടുക്കുക. കുറച്ചു മുമ്പ് ഒരു ഗ്രൂപ്പിലിരുന്ന് ഒരു പുരോഹിതൻ പറയുകയാണ്, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശു മാത്രമല്ല എന്റെ യേശു, ചാട്ടവാറെടുത്ത ആ യേശുവും എന്റെ യേശുവാണ്. വളരെ നല്ല കാര്യം അച്ഛാ. അപ്പൊ ഇനി അടുത്ത നാളെ പ്രസംഗിക്കുമ്പോൾ പറയണം, അന്നത്തെ കാലത്ത് ചാട്ടവാറാണ് എടുത്തതെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ കൂടെ മികച്ച ഒരായുധം കയ്യിലെടുക്കാം എന്ന രീതിയിൽ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ സാമൂഹിക അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുവാൻ
അതുപോലെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുവാൻ, രാഷ്ട്രീയ അസ്ഥിരത ഉളവാക്കുവാൻ ഒക്കെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ഇതിനെ കാണണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പല ആളുകളും ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സിൽ മെജോറിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ വരുന്ന മെസ്സേജുകളിൽ ഒരു 80% സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ലിറ്റർജി, തിയോളജി ഇത് മാത്രം പറഞ്ഞാൽ മതി, ഇതൊന്നും എനിക്ക് പറ്റിയ കാര്യമല്ലെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. ഞാനും അത് മനസ്സിലാക്കുന്നു. ഞാൻ ഈ കാര്യങ്ങളെ പറ്റി പറയാറില്ലാത്തതാണ്. ഇത് മാത്രം. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എൽദോ നോമ്പ് ആരംഭിക്കുകയാണല്ലോ, നമ്മൾ എൽദോ നോമ്പിലേക്കൊക്കെ പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ തിയോളജിയും ലിറ്റർജിയും നമ്മൾ പഠിക്കണം. പക്ഷെ ഇത്തരത്തിൽ നമുക്കെതിരെ ആക്ഷേപം, ഗ്ലോറിയസ് ഗോസ്പലിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം. നമ്മൾ ജിഹാദികളുടെ എന്തോ ഏജന്റുമാരാണെന്നോ അവരിൽ നിന്ന് പണം വാങ്ങുന്നെന്നോ യാഥാർത്ഥ്യം പറയുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പൊ മുല്ലപ്പെരിയാർ ഒരു റിയാലിറ്റിയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയം ഏറ്റവും തണുത്ത് കിടക്കുകയായിരുന്നു. ഈ മുല്ലപ്പെരിയാർ വിഷയം ജനശ്രദ്ധയിലേക്ക് വീണ്ടും പൊങ്ങി വന്ന എങ്ങനെയാണ്? നമ്മളത് ഈ സീസണിൽ അത് ഏറ്റവും ആദ്യം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ പോയിരുന്ന കരഞ്ഞ പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ തമിഴന്മാരെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് തമിഴന്മാരെ തെറി വിളിക്കുക. അതുകൊണ്ടെന്താ കാര്യം? മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, വേറൊരു ഓപ്ഷൻ. ഡീകമ്മീഷൻ ചെയ്ത് അവിടെ വേറെ ഡാം പണിയോ അല്ലെങ്കിൽ ഡാം വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുക, അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതാണ് അതിന്റെ പരിഹാരം. അപ്പൊ അതിന് പകരം നമ്മൾ ചീത്ത വിളിച്ചിട്ട് എന്താ അർത്ഥം? ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ വേണേൽ ചീത്ത വിളിക്കാം. ഇതുകൊണ്ടൊന്നും വിശേഷമില്ല. അതുപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നത് കൊണ്ടോ, അവരുടെ മതഗ്രന്ഥത്തെ വിമർശിക്കുന്നത് കൊണ്ടോ, അവരുടെ ദൈവത്തെ പുലഭ്യം പറയുന്നത് കൊണ്ടോ, അവരുടെ പ്രവാചകനെ നിന്ദിക്കുന്നത് കൊണ്ടോ ഒന്നും ക്രിസ്ത്യാനികൾക്ക് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞ 3 ഇഡിയറ്റ്സ് ഉണ്ട്. ഇവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കോ അവരുടെ കമ്മ്യൂണിറ്റിക്കോ കേരളത്തിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും പൊതുസമൂഹത്തിന് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഈ 3 പേരുടെ കമ്മ്യൂണിറ്റി കേരള പൊതുസമൂഹത്തിന് കൊടുത്തിട്ടില്ല. ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും പണിത് കൊടുത്തിട്ടില്ല. ഇതൊരു റിയാലിറ്റി. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അങ്ങനെയുള്ളവരാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. ഉത്സവപ്പറമ്പിൽ സ്വന്തം കുടുംബവുമായിട്ട് വന്നിട്ടുള്ള ഒരുത്തൻ സിഗരറ്റ് വെച്ച് ആനക്കെട്ട് കുത്തുവോ? ആന ഇടഞ്ഞാൽ, ആന ഇളകിയാൽ അവന്റെ കുടുംബം അവിടെയുണ്ട്, അവന്റെ സുഹൃത്ത്. പക്ഷെ ആരോടും ഉത്തരവാദിത്വം ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ, അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. അവൻ ചിലപ്പോൾ ആനക്കെട്ട് കുത്തിയെന്നിരിക്കും. ചിലപ്പോൾ അവിടെ ഉഴുതാട വിൽക്കുന്നവന്റെ മുമ്പിലിരിക്കുന്ന പെട്രോമാക്സ് എടുത്ത് ആനക്കെട്ടൊരു അടി കൊടുത്തെന്നിരിക്കും. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ആന ഇളകും. ഇതൊരു സാമൂഹിക പ്രതിബദ്ധത, ഉത്തരവാദിത്വം ഇത് ഈ പറയുന്നവർക്കില്ല. അവരെ സംബന്ധിച്ച് കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ കേരളത്തിൽ മുഴുവൻ സ്ഥാപനങ്ങളും വിശ്വാസികളും ബന്ധങ്ങളും ബിസിനസ്സുകളും ഇടപെടലുകളും വിവിധ മേഖലകളിലെ വ്യവഹാരങ്ങളും ഒക്കെയുള്ള കേരളത്തിലെ പൊതു ക്രിസ്തീയ സമൂഹം, ഓർത്തഡോക്സ്, കാത്തോലിക്ക കമ്മ്യൂണിറ്റികളിലുള്ള വിശ്വാസികൾ, ചുമതലക്കാർ ഈ അപകടത്തെ തിരിച്ചറിയണം. ഈ ചെറു സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഭംഗം വരുത്തുവാൻ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭാവിയെ തന്നെ ഇരുളടഞ്ഞതാക്കുവാൻ തക്ക പര്യാപ്തമായ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിനെ നിസ്സാരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടോ ഒരു തർക്കമായിട്ടോ കാണരുത്. മറിച്ച് ഇത് വർദ്ധിച്ച തോതിലുള്ള വിഭാഗീയതയ്ക്കും അത്തരത്തിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ തന്നെ നാശത്തിനും വഴിവെച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പരിഹാരങ്ങൾ അതാത് മേഖലകളിലെ വിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ച് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങളും പ്രായോഗിക നടപടികളും കൈക്കൊള്ളുകയും അത് അവലംബിച്ച് ഭാവി പദ്ധതികൾ കരുപ്പിടിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ സഭകൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത്തരത്തിൽ ആർജവബോധത്തോടെ അവസരത്തിനൊത്തുയർന്ന് ക്രിസ്തീയ സഭകൾ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
ഞങ്ങൾക്ക് മെസ്സേജുകൾ അയച്ച് ഇതിനോട് പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.